ഹായ് ഫ്രണ്ട്സ്, സ്റ്റിച്ചിങ് ഫ്രണ്ട് എന്ന നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫിഷ് കട്ട് അണ്ടർ സ്കേർട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാരിയൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സ്കേർട്ടാണ് ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് ഒരു നൈറ്റിയുടെ പീസാട്ടോ. അതിൻ്റെ യോക്ക് മാറ്റിയിട്ടുള്ള ബാലൻസ് പീസ് വെച്ചിട്ടാണ്. ഈ മെറ്റീരിയൽ നല്ല ഫ്ലെക്സിബിളാണ്. ഈ ഒരു മെറ്റീരിയലൊക്കെയാണ് നമുക്ക് ഷോപ്പിൽ നിന്നും ഇതുപോലുള്ള സ്കേർട്ട് വാങ്ങിക്കാൻ കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് കോട്ടൺ മെറ്റീരിയൽ എടുത്തിട്ടാണെങ്കിലും ചെയ്യാം. അത് നമ്മൾ നൈറ്റിക്ക് മടക്കും പോലെ തന്നെ മടക്കിയാൽ മതി. 4 ഒന്ന് മടക്കിയിടുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ ഈ നൈറ്റി ആയിരുന്നത് കൊണ്ട് അതിൻ്റെ താഴെ ഭാഗത്തു നിന്നുള്ള പീസൊക്കെ എക്സ്ട്രാ ഉള്ളതൊക്കെ മുറിച്ച് കളയും കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടിയത്, എനിക്കൊരു 37.5 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടിയിരുന്നത്. ആ 37.5നോട് ഒരു 1.5 ഇഞ്ച് കൂടി ആണ് നമ്മുടെ സ്കേർട്ടിന് ഇറക്കം വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ എക്സ്ട്രാ ഇറക്കം കൂട്ടണ്ട, 37.5 കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. കാരണം ആ 37.5യിൽ നിന്നും 1 ഇഞ്ച് താഴെ മടക്കി അടിക്കാനും 1/2 ഇഞ്ച് മുകൾ ഭാഗത്ത് പട്ട പിടിപ്പിക്കാനുമ്പോൾ തയ്യൽ തുമ്പായിട്ടും പോകും. അപ്പോൾ നമ്മൾ ആ 1.5 ഇഞ്ച് വീതി വരുന്ന പട്ട എക്സ്ട്രാ കൊടുക്കുവാണ്. അപ്പം നമ്മളിതിപ്പോൾ കണ്ടോ, ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ പട്ട കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും, നമുക്ക് ആവശ്യമുള്ള ഇറക്കം വന്നോളും. പിന്നെ ഇതിൻ്റെ കട്ടിങ് മാത്രമല്ല, ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിനും പ്രത്യേകതയുണ്ട്. താഴെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് പ്രത്യേകതയുണ്ട് കേട്ടോ. എന്നാൽ വളരെ കുറച്ച് സമയം മതി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പം നിങ്ങളിത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ദാ ഈ ഒരു ഭാഗത്ത് നമ്മളുടെ സ്കേർട്ടിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ് മുട്ടിന് മുകൾ ഭാഗം. ഈ ഒരു 3 അളവാണ് നമുക്ക് വേണ്ടിയത്. ആദ്യം നമ്മൾ പാവാടയുടെ ചരട് കെട്ടുന്ന ആ ഒരു ഭാഗം, പിന്നെ നമുക്ക് ബട്ടക്സിൻ്റെ ഏറ്റവും വിടർച്ചയുള്ള ഭാഗം, പിന്നെ മുട്ടിൻ്റെ ആ ഒരു ഭാഗം. അപ്പോൾ ഇത്രയും അളവുകളാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ എനിക്ക് വേണ്ടിയത് ആ ഒരു ഭാഗത്തെ അളവ് 39 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. അതിനോട് ഒരു 4 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 43, അതിനെ 4 ഇഞ്ചോട് ഡിവൈഡ് ചെയ്യണം നമ്മൾ ചരട് കെട്ടുന്ന ഭാഗത്ത്. പിന്നീട് ബട്ടക്സിൻ്റെ ഭാഗത്ത് എല്ലായിടത്തും ഇതുപോലാണ് കേട്ടോ. നമുക്ക് നമുക്ക് എടുത്തിരിക്കുന്ന അളവിനോട് ഒരു 4 ഇഞ്ച് കൂട്ടുക, അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 4-1 ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പൊക്കെ കുറച്ച് പോകുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വരും. പിന്നെ മുട്ടിന് മുകൾ ഭാഗത്തായിട്ട് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നമുക്ക് ഏകദേശം ആളിൻ്റെ ഉയരം ഹൈറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ ഒരു 19 ഇഞ്ച് 20 ഇഞ്ചിലൊക്കെ വേണം ഇതൊരു അളവ് മാർക്ക് ചെയ്യാനായിട്ട്. ഹൈറ്റ് കുറവുള്ളവരാണെങ്കിൽ ഒരു 15 ഇഞ്ച് മുകളിൽ നിന്ന് മാർക്ക് ചെയ്യാം. അതും നമ്മൾ എടുത്തിരിക്കുന്ന അളവിനേക്കാൾ 4 ഇഞ്ച് കൂട്ടിയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ പറയുന്നതായിരിക്കും എളുപ്പം എന്ന് തോന്നുന്നു. ഇതാ കണ്ടോ, ഇത് പൊക്കം കുറഞ്ഞ ഒരാളിന് വേണ്ടി ആയതുകൊണ്ട് ഒരു 15 ഇഞ്ചിലാണ് നമ്മൾ മുട്ടിൻ്റെ മുകൾ ഭാഗം മാർക്ക് ചെയ്യുന്നത്. ആ ഒരു ഭാഗം വരെ നമുക്ക് അത്യാവശ്യം ടൈറ്റ് ആയിട്ടിരിക്കണം എന്ന് കരുതി ഒത്തിരി ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു ലൂസാണ് ഞാൻ ഈ 4 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് കണ്ടോ, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് മാറിപ്പോവാതിരിക്കാനായിട്ട്. അപ്പോൾ മുകൾ ഭാഗത്ത് 43ൻ്റെ 4-1 നമ്മൾ മാർക്ക് ചെയ്തു. പിന്നീട് 43ആണ് ബട്ടക്സ് അളവ് കിട്ടിയിരിക്കുന്നത്. അതിനോട് 4 ഇഞ്ച് കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മളത് മാർക്ക് ചെയ്തു. പിന്നെ മുട്ടിന് മുകൾ ഭാഗത്ത് അതും നമ്മൾ 9.75 അത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ കണക്ക് ഞാൻ എടുത്തിരിക്കുന്ന അളവ് പറയാതെ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിനേക്കാൾ 4 ഇഞ്ച് കൂട്ടിയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് എഴുതി വെച്ചിരിക്കുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. നമ്മളിത് ആ മുകളിൽ നിന്നും ബട്ടക്സിൻ്റെ പോയിന്റിലേക്കും പിന്നെ മുട്ടിന് മുകൾ ഭാഗത്തുള്ള പോയിന്റിലേക്കും ഇങ്ങനെ കർവ് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുവാണ്. ഇനി ഇവിടെ നിന്നും 3 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് നമ്മൾ താഴെ മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, ആ മുട്ടിനുള്ള ഭാഗത്തേക്കാൾ 3 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നു. അവിടെ അല്പം കൂടുതൽ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ കൊടുത്തോട്ടോ. എനിക്കിപ്പോൾ ഈ ടൈറ്റായിട്ട് ഈ ഒരു അളവാണ് കിട്ടിയുള്ളൂ. ഒരു 4.5-5 ഇഞ്ച് വരെ കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കർവ് ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ സ്കേർട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടോ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സ്റ്റിച്ചിങ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്താൽ തുടർന്നുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ, ഇനി ഇത് ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം.
ഇപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടോ? ഇതാണ് നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ബാലൻസ് ഉള്ള തുണി എടുത്തിട്ടാണ് ഞാൻ മുകളിലേക്കുള്ള പട്ട ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ സ്കേർട്ടിൻ്റെ തുണി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാലൻസ് പീസിൽ നിന്ന് വേണം കേട്ടോ. അപ്പം നമ്മൾ ആ ചരട് കെട്ടാനുള്ള ഭാഗത്തേക്കാളും ഒരു ഇഞ്ചെങ്കിലും എക്സ്ട്രാ ഇട്ടിട്ട് വേണം ഈ പട്ട നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. വേറൊന്നുമല്ല, അത് ആ തുമ്പ് കൂടി നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട്. കണ്ടോ? എന്നിട്ട് 3 ഇഞ്ച് വീതിയിൽ പട്ട മുറിച്ചെടുക്കുക. നമുക്ക് 1.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് ആ ഒരു വീതി മതി. അത് മടക്കി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആവും. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. ഇതിപ്പോൾ നമുക്ക് 2 പീസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. 4 പീസായിട്ട് ചെയ്യുന്ന ഫിഷ് കട്ട് സ്കേർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിതിപ്പോൾ ഈ നൈറ്റി മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഈ 2 പീസിൽ ചെയ്യുന്നത്. വേറെ പാറ്റേൺസൊക്കെ ഞാൻ ഉടനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഈ 2 പീസും കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട്, അതായത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് 2 സൈഡിലായിട്ടാണ് വരുന്നത്. അതുവഴി 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒരു വശം ഫുള്ളായിട്ടും താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകതയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ. എങ്കിലാണ് നമുക്ക് ബട്ടക്സിൻ്റെ ആ ഭാഗത്ത് വിടർച്ച വരുള്ളൂ. നമ്മൾ ഫോട്ടോയിൽ കാണും പോലെ ഈ സ്കേർട്ടിട്ട് നിൽക്കുന്ന അത്ര ടൈറ്റായിട്ട് ആയിരിക്കില്ല നമ്മൾ ഈ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. കാരണം നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് നിന്നാൽ പോരാ, നമുക്ക് നടക്കണം, ഒരു വാഹനത്തിൽ കയറണമെങ്കിൽ അതിനും ഇരിക്കുകയാണെങ്കിലും ഒക്കെ ആവശ്യത്തിനുള്ള ലൂസ് വേണം. അപ്പോൾ ആ ഒരു ലൂസ് എപ്പോഴും നിങ്ങൾ ഈ സ്കേർട്ട് തയ്ച്ച് കഴിയുമ്പോൾ വേണം. ഫോട്ടോയിൽ കാണും പോലെ കറക്റ്റ് ഫിറ്റായിട്ട് ചെയ്താൽ നമുക്ക് നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. വേറെ ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മളിത് സാരി എടുത്തു കഴിയുമ്പോൾ നല്ല ഷേപ്പിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അതിന് വേണ്ടി സെലക്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ വേറെ അണ്ടർസ്കേർട്ട് ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ഷേപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മളിപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം 1/2 ഇഞ്ച് മാറ്റി സ്റ്റിച്ച് ചെയ്തു. പിന്നെ നമ്മൾ ആ തയ്യൽ തുമ്പ് പറ്റ ചേർത്ത് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യുവാണ്. കാരണം നമ്മളിപ്പോൾ ഇത് ലോക്ക് ചെയ്യുന്നില്ല, ബനിയൻ മെറ്റീരിയലാണ്. അപ്പോൾ ആ ലോക്കിന് പകരം, പിന്നെ ലോക്കിംഗ് മെഷീൻ ഇല്ലാത്തവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുമ്പോൾ നമ്മളൊരു 6 ഇഞ്ച് ഇറക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. കാരണം നമുക്ക് മുകളിൽ ആ പട്ട പിടിപ്പിച്ചിട്ട് ചരട് കോർത്തെടുക്കുമ്പോൾ വരുന്ന സ്കേർട്ടിൻ്റെ ഓപ്പണിംഗ് പോർഷൻ ഉണ്ടല്ലോ, അതാണിവിടെ. അവിടെ ഒന്ന് ജസ്റ്റ് കെട്ടിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതങ്ങനെ സ്റ്റിച്ച് ചെയ്ത് താഴെ വരുമ്പോഴും ഉണ്ട് കേട്ടോ പ്രത്യേകത. നമുക്ക് ആ താഴെ ഭാഗത്ത് ഒരു ചെറിയ സ്ലിറ്റ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഫ്ലെയർ കുറവായതുകൊണ്ട് തട്ടി വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ താഴെ ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഏറ്റവും താഴെ നിന്നും ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് വെച്ചിട്ട് ആ പോയിന്റ് നമ്മൾ നിർത്തുവാണ്. അവിടെ കെട്ടിട്ട് തന്നെ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് നിർത്തുവാണ്. ഇനി താഴെ നിന്നും നമുക്കതാ ഒരു 1/4 ഇഞ്ച് ഒരു അല്പം ഉള്ളിലേക്ക് മടക്കി വീണ്ടും ഉള്ളിലേക്ക് മടക്കിയിട്ട് നമുക്ക് ഒരു സ്ലിറ്റ് പോലെ, ചുരിദാറിൻ്റെ സ്ലിറ്റ് ചെയ്യും പോലെ ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ താഴെ ഇടുന്ന സ്ലിറ്റ് ഒന്ന് ഫിനിഷ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പാദത്തിൻ്റെ ആ ഒരു ഭാഗം അത്യാവശ്യം ഫ്രീ ആയിട്ടിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലിറ്റ് ഇടുന്നത്. അപ്പോൾ ചുരിദാറിന് സ്ലിറ്റ് ഇടുന്നവരാണെങ്കിൽ അത് കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയേണ്ട, ആ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്താലും മതി. തുണി മടക്കി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും. 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണെങ്കിലും. ഇതിപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരികയാണ്. കണ്ടോ, നമ്മൾ ആ ഒരു സ്ലിറ്റ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ആ ഒരു ഭാഗത്ത് അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് വേണം, തുണി ഇതുപോലെ തിരിച്ചു കൊടുത്തിട്ട് വേണം സ്ലിറ്റ് കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ താഴെ ഭാഗത്തുള്ള സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ പട്ടയുടെ ആ ഭാഗം ഉണ്ടല്ലോ, കെട്ട്, അത് വരുത്തുന്ന ആ ഭാഗത്തും ജസ്റ്റ് ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് പട്ട പിടിപ്പിക്കാനായിട്ട്. കണ്ടോ, നമ്മളത് സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് താഴെ ചെയ്യും പോലെ തന്നെ. ഇനി നമ്മൾ പട്ട പിടിപ്പിക്കാൻ പോവാണ്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് ആ 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളിയിടണം ആ പട്ടയുടെ. അത് നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ്. എന്നിട്ട് ചീത്ത വശത്ത് ഈ തുണി വെച്ച് കൊടുത്തിട്ട് നല്ല വശത്തേക്കാണ് അതിൻ്റെ തയ്യൽ തുമ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കണ്ടോ, ഇതാണ് അതിൻ്റെ നല്ല വശം. അപ്പോൾ ഇനി നല്ല വശത്തേക്ക് നമ്മൾ അതിൻ്റെ 2 തുമ്പും ഒന്ന്
മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ദാ ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് നമ്മളത് നല്ല വശത്തേക്ക് ഒന്നുകൂടി മടക്കുവാണ്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ? സ്കേർട്ടിൻ്റെ കണ്ടോ? ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ആ സ്കേർട്ടിൻ്റെ മുകൾ ഭാഗം ചരട് കോർക്കാനുള്ള വശം അതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ആ ഭാഗം ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സ്റ്റിച്ചിങ് വീഡിയോ കൂടുതലായിട്ട് ഇടാത്തത് നീളം കൂടിപ്പോകേണ്ട വീഡിയോയ്ക്ക് കരുതിയിട്ടാണ്. പിന്നെ നമ്മൾ അതിന് ചരട് കോർത്തെടുക്കണം കേട്ടോ. അപ്പോൾ ചരട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഈ സ്കേർട്ടിൻ്റെ താഴെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാനാണ്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒന്നുകൂടി മടക്കി ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുവാണ്, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്താൽ തുടർന്നുള്ള വീഡിയോസ് എല്ലാം കിട്ടും. കണ്ടോ നമ്മുടെ സ്കേർട്ടിൻ്റെ ഷേപ്പ് കണ്ടോ? അപ്പോൾ താഴെയുള്ള സ്ലിറ്റ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ.